ഹാലേലൂയ്യ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദേശത്തും വിദേശത്തും അടുത്തും അകലെയുമായിരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ പ്രാർത്ഥന ചിന്തയ്ക്കായി ഒരു ദൈവത്തിൻ്റെ ഭാഗം വായിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം എൻ്റെ 7-ാമത്തെ വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിരവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. എന്നാൽ വായിച്ച വചനം എന്ന് പറഞ്ഞാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. നമുക്കറിയാം, നമ്മുടെ ലോകരാജ്യങ്ങളെ പരിശോധിച്ചാൽ സമാധാനമില്ലാത്ത അനുഭവമാണ് എല്ലാ മേഖലയിലും. അത് ഭവനത്തിനകത്ത് തൊട്ട് എല്ലാ മേഖലയിലും സമാധാനമില്ല. സമാധാനത്തിന് വേണ്ടി സകല മനുഷ്യനും ലോകം മുഴുവൻ ഉലകം ചുറ്റി നടക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം തരുന്ന ഒരു നല്ല കർത്താവായ യേശു ക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് ഇന്ന് പകൽ സമാധാനം നഷ്ടപ്പെട്ടു പോയ സകല വ്യക്തികൾക്കും വേണ്ടി അവരുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ലോകമെമ്പാടുമുള്ള സകല ജനത്തിനും എന്നോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ഇതൊരു മതത്തിൻ്റെ പ്രാർത്ഥനയല്ല, ഒരു സംഘടനയുടെ പ്രാർത്ഥനയല്ല. ഇത് സകല ജനത്തിനു വേണ്ടി, സമാധാനമില്ലാതെ കഷ്ടം സഹിക്കുന്ന ജനത്തിനു വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒരു നല്ല ദിനം കൂടെ കർത്താവ് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കുടുംബങ്ങൾ കർത്താവെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ സമാധാനം ലോകരാജ്യങ്ങളിൽ സകല മനുഷ്യരും, സകല കുടുംബങ്ങളിലും, സകല വ്യക്തികളിലും, അത് സകല മതങ്ങളിലും, എല്ലാ മേഖലയിലും ആ സമാധാനം നിറയപ്പെടുവാൻ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി പലവിധമായ പരാക്രമങ്ങൾ നടത്തിയൊടിയും സമാധാനം നഷ്ടപ്പെട്ട് പലരും ജീവിതം ഒടുക്കിക്കളഞ്ഞ് ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടം കർത്താവെ ഞങ്ങൾ കാണുമ്പോൾ ഈ ജനത്തിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ കർത്താവെ, സമാധാനം എല്ലാ കുടുംബങ്ങളിലും വ്യക്തികളിലും ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ അവർ കടന്നു പോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊരു മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലടിയും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ഇവിടുത്തെ മഹത്വം വെളിപ്പെടുത്തണമേ, ഇവിടുത്തെ കൃപ വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഈ വിഷയങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ലോകസമാധാനം ഞങ്ങളുടെ ജനത്തിൽ പകരാനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സമാധാനമില്ലാത്ത കേരളത്തിനകത്ത് കർത്താവെ സമാധാനം പകരണമേ. 14 ജില്ലകളിലും കർത്താവെ സമാധാനമില്ലാതെ മനുഷ്യൻ തമ്മിലടിച്ചും കലഹിച്ചും വെട്ടിയും കുത്തിയും രക്തച്ചുരിച്ചിൽ നടത്തിയും കർത്താവെ സ്വയം നശിക്കുമ്പോൾ ഇന്ന് പകൽ അതിൻ്റെ നടുവിൽ നിന്നൊരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ജനത്തിൽ സമാധാനം നിറയട്ടെ. 14 ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 14 ജില്ലകളിലായി 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും അന്യസ്ഥാന തൊഴിലാളികൾ കർത്താവെ തിങ്ങിപ്പാർക്കുന്ന ഈ കേരളത്തിനകത്ത് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ സമാധാനത്തെ കെടുത്തി കളയുന്ന അധാർമ്മികതയും അശുദ്ധിയും അന്ധകാരങ്ങളും കർത്താവെ സകല പൈശാചിക ശക്തികളും ദേശത്തെയും രാജ്യത്തെയും കർത്താവെ ജനത്തെയും കുടുംബങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സാത്താന്യ ശക്തികളുടെ കയ്യിൽ നിന്ന് ജനം വിടിവിക്കപ്പെട്ട് മടങ്ങി വരുവാൻ മദ്യലോബികളും മയക്കുമരുന്ന് ലോബികളും പന്മസാല ലോബികളും കർത്താവെ ലഹരി മാഫികളൊക്കെയും കുടുംബങ്ങളെ തകർത്ത് കർത്താവെ കുടുംബങ്ങൾക്കകത്ത് അരാജകത്വം വരുത്തി കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തി കളയുന്ന കുടുംബത്തിനകത്ത് കണ്ണുനീര് കൊണ്ടിരുന്ന ദുഃഖം കൊണ്ടുവരുന്ന ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്ന് കർത്താവെ ജനം വിടിവിക്കപ്പെടേണ്ട ആടിയും പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. കേരളത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലയിലും സമാധാനം നിറയപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. കുടുംബ ജീവിതങ്ങളിൽ സമാധാനം നിറയട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, അപ്പനമ്മമാർ, മക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ചുറ്റുമുള്ള കുടുംബങ്ങൾ, മതങ്ങൾ, മത നേതാക്കന്മാർ ഉള്ളങ്ങളിൽ ഹല്ലേലൂയ. മനുഷ്യൻ കൂടി വരുന്ന എല്ലാ മേഖലയിലും കർത്താവെ സമാധാനം നിറയപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദുഷ്ടശക്തികൾ കർത്താവെ രാജ്യത്തെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കി സമാധാനം കെടുത്തിക്കളയുന്ന അന്ധകാരത്തിൻ്റെ വ്യാപാര മണ്ഡലങ്ങളിൽ നിന്ന് കർത്താവെ ജനം വിടുവിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷൻ്റെ ഭാഗമായി യേശു ക്രിസ്തുവിലുള്ള സമാധാനം കണ്ടെത്തുവാൻ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് ഇടപെടണമേ. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ അത്ഭുതകരമായ വിടുതൽ സമാധാനം ജനത്തിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ത്യ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്ന 29 സംസ്ഥാനങ്ങളിലും 7 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായി ഹല്ലേലൂയ 145 കോടി ജനം തലമുറകളിൽ കർത്താവെ തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ പലവിധമായ പാപപ്രവൃത്തികൾ അകപ്പെട്ട് ദൈവമാരെന്ന് അറിയാൻ കഴിയാതെ അന്ധകാരത്തിന് അധീനത അകപ്പെട്ട് ഇരുളിൻ്റെ ശക്തികൾ പലരെയും കീഴടക്കി കർത്താവെ രാജ്യത്തിൻ്റെ സമാധാനത്തെ കെടുത്തി കളയുന്ന ദുഷ്ടശത്രുക്കളുടെ കയ്യിൽ നിന്ന് രാജ്യം വിടുവിക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിനകത്ത് സമാധാനം ഉണ്ടാകുവാൻ ഭാരതത്തിൻ്റെ സമാധാനത്തിനോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരതം ദൈവിക സമാധാനമുള്ളൊരു രാജ്യമായി മാറുവാൻ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും കർത്താവെ ചേർത്ത് പിടിക്കുവാനും തമ്മിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മനുഷ്യൻ
ആമീൻ സ്വാർത്ഥത കർത്താവേ വിട്ടുകളഞ്ഞ് സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സകല ജനങ്ങളിലും നിറയപ്പെടാനായി യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ 6 ലക്ഷത്തിലും ഗ്രാമങ്ങൾക്കകത്ത് കർത്താവേ സമാധാനം അയക്കണമേ. സമാധാനം നഷ്ടപ്പെട്ടു പോയ ജനജീവിതങ്ങളുടെ ഉള്ളങ്ങളിൽ കർത്താവേ സമാധാനം നിറയപ്പെടുവാൻ ഈ ജന സമാധാനത്തിലേക്ക് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഭാരതത്തിനകത്ത് നടക്കുന്ന എല്ലാ അക്രമങ്ങളും മാറിപ്പോകുവാൻ, അധാർമികത മാറിപ്പോകുവാൻ, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും കർത്താവേ ഭാരതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സകല ജനങ്ങളിലും രക്തച്ചൊരിച്ചിൽ എല്ലാ മതവിഭാഗങ്ങളും തമ്മിലടിച്ചും കൂട്ടിയടിച്ചും ഹല്ലേലൂയ മതങ്ങൾ വളർത്തുവാൻ വേണ്ടി, രാഷ്ട്രീയം വളർത്തുവാൻ വേണ്ടി കർത്താവേ ഹല്ലേലൂയ സമാധാനം കെടുത്തി അനേക കുടുംബങ്ങൾ ഹല്ലേലൂയ മാതാപിതാക്കൾ മക്കൾ നഷ്ടപ്പെട്ട വേദനയുടെ കണ്ണുനീരിലൂടെ സഹോദരിമാർ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വേദനയുടെ കർത്താവേ സഹോദരിമാർ നഷ്ടപ്പെട്ട വേദന, മക്കൾക്ക് അപ്പനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയ വലിയ ഭയാനകമായ മേഖലയുടെ സമാധാനമില്ലാത്ത അനവധി കുടുംബങ്ങൾ കർത്താവേ ഇന്നും ഭാരതത്തിൻ്റെ വിവിധമായ ജയിലുകളിൽ കണ്ണീരിലൂടെ കടന്നു പോകുമ്പോൾ ഭാരതത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ ജനം 145 കോടിയിലധികം വരുന്ന ജനത്തിൻ്റെ വിടുതലിനും രക്ഷയ്ക്കും സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും സമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ നടിയിലൂടെ ഈ ജനം കടന്നു പോകുമ്പോൾ കർത്താവേ ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൽ സമാധാനം അയക്കണം, സ്വസ്ഥത അയക്കണമേ. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമായി കരയുന്ന കർത്താവെ വിലപിക്കുന്ന ദുഃഖിക്കുന്ന അനേക കുടുംബങ്ങൾ ഇന്ന് പകൽ അവരുടെ നടുവിൽ കർത്താവെ അവിടുത്തെ സമാധാനം അയക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദുഷ്ടശക്തികൾ കർത്താവെ ഭാരതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് കർത്താവെ ഒരു വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അക്രമങ്ങളും അരാജകത്വങ്ങളും പീഡകളും വർദ്ധിക്കുമ്പോൾ കർത്താവെ കുഞ്ഞു കുട്ടികളടക്കം ആപാല വൃത്ത ജനത്തെ പീഡിപ്പിക്കുന്ന കർത്താവിനെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം തലമുറ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവെ അവർ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ തലമുറകൾക്കോ മുതിർന്നവർക്കോ ഹല്ലേലൂയ ഭവനങ്ങളും ദേശത്തും സമൂഹത്തിലും യാത്രയിൽ പോലും സുരക്ഷിതമില്ലാത്ത എല്ലാ മേഖലയിലും തലമുറകളെ നശിപ്പിക്കുന്ന പിശാചുക്കളുടെ കയ്യിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുവാൻ മാനവത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിൻ്റെ തുല്യൻ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ തമ്മിലടിച്ചും കലഹിച്ചും സ്വയം നശിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മേഖലയും ശുദ്ധീകരണം സമാധാനം നിറയപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന എല്ലാ രാജകത്വവും ദുർമാർഗങ്ങളും എല്ലാ സന്മാർഗീയതയും മാറി കർത്താവേ ജനം സമാധാനത്തിലേക്ക് കടന്നുവരുക, സ്നേഹത്തിലേക്ക് കടന്നുവരുവാൻ സകല പൈശാചികമായ ശക്തിയുടെ കയ്യിൽ നിന്നും ഒരു വിടുതലിനാടിയും പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 7 ഭൂഖണ്ഡങ്ങൾ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലധികം ജനം കർത്താവെ തിങ്ങിപ്പാർക്കുന്ന ഹല്ലേലൂയ കർത്താവെ മനുഷ്യൻ കർത്താവെ ലോകത്തിൽ ഹല്ലേലൂയ പരസ്പരം കർത്താവെ ബന്ധങ്ങളില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന അനേകം മേഖലകളുണ്ട് കർത്താവെ. എവിടെയെല്ലാം ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തണമേ. ലോക സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ 800 കോടിയിലധികം അധികം ജനം വസിക്കുന്ന ലോകരാജ്യങ്ങളിൽ പലപ്പോഴും കണ്ണുനീരും കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും യുദ്ധസമാനമായ അനുഭവങ്ങൾ കർത്താവെ പലപ്പോഴും ജനജീവിതങ്ങൾ തകർച്ചയിലേക്ക് കടന്നു പോകുമ്പോൾ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ തമ്മിലടിച്ച് കർത്താവെ കലഹിക്കുന്നൊരു കാലഘട്ടം. അതിന് ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ ലോകരാജ്യ അധികാരികൾ തമ്മിൽ കലഹിച്ചും കർത്താവെ പ്രശ്നം സൃഷ്ടിച്ച് കർത്താവെ അതിർത്തി സംബന്ധമായ വിഷയങ്ങളാൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിർത്തികളിൽ താമസിക്കേണ്ട അനേക ജീവിതങ്ങൾ അവർ കണ്ണുനീരിൻ്റെ നടിയിലൂടെ കടന്നു പോകുന്ന കർത്താവെ ആശ്വാസം കൊടുക്കും, സമാധാനം കൊടുക്കും. ഓരോ രാത്രി കർത്താവെ അതിർത്തികൾ കിടക്കുന്ന സമാധാനമില്ലാതെ കടന്നു പോകുന്ന അനുഭവങ്ങൾ ഹല്ലേലൂയ അതിൻ്റെ നടിയിൽ കർത്താവെ ഞങ്ങളുടെ ജനത്തിന് സമാധാനത്തിനാടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ ലോകരാജ്യങ്ങൾ അനേക രാജ്യങ്ങളിൽ വെള്ളത്തിൻ്റെ സ്രോതസ്സുകളില്ലാതെ നെറ്റ്വർക്കുകളില്ലാതെ വൈദ്യുതി സൗകര്യങ്ങളില്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളോ സ്കൂളുകളോ കോളേജുകളോ ക്യാമ്പസുകളോ കലാലയങ്ങളോ കർത്താവെ വാഹനങ്ങളോ കരമാർഗമോ കർത്താവെ കടൽമാർഗം പോലും വാഹനമില്ലാതെ പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാതെ ഹല്ലേലൂയ ഹോസ്പിറ്റലുകളില്ലാതെ ഇന്നും കഷ്ടം സഹിക്കുന്ന അനവധി ആളുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്കും അടിമപ്പെട്ട് വിധേയപ്പെട്ട് മനുഷ്യൻ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഈ ജനത്തിന് വിടുതലിന് സ്വസ്ഥതയ്ക്കുമാടിയും പ്രാർത്ഥിക്കുന്ന സ്വർഗ്ഗത്തിനും ഭൂമിക്ക് നാഥനായ ദൈവമേ ലോകം കൊടുക്കാത്ത സമാധാനം അങ്ങ് കൊടുക്കുന്നുവല്ലോ. അങ്ങ് പറഞ്ഞല്ലോ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നത് ലോകം തരുന്നത് പോലെയല്ല. കർത്താവെ മനുഷ്യന് കൊടുക്കാൻ കഴിയാത്ത മതങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത കർത്താവെ അധികാരികൾക്കോ ഭരണ സംവിധാനങ്ങൾക്കോ കൊടുക്കാൻ കഴിയാത്ത ദൈവിക സമാധാനം സകല ഹൃദയങ്ങൾക്കും ആശ്വാസം കൊടുക്കണമേ.
കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ആമീൻ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വസിക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്ന ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തിൻ്റെയും വിടുതലിനായി അടിയും പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം അവിടുന്ന് വെളിപ്പെട്ട് കാണുവാൻ എല്ലാ മേഖലയിലും ശുദ്ധീകരണം നടക്കണമായി. ആമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്ഥാനമാനങ്ങളും അധികാരങ്ങൾക്ക് വേണ്ടി കർത്താവേ മനുഷ്യൻ ആമേ സമാധാനത്തെ കെടുത്തികളും അക്രമങ്ങളും യുദ്ധങ്ങളും അല്ലേലൂയ യുദ്ധസുഹൃത്തുക്കളും അത് മുഖാന്തരം ഞങ്ങളുടെ രാജ്യക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ സുനാമികൾ ആമേ ഉരുൾപൊട്ടലുകൾ കർത്താവേ മലവെള്ള പാച്ചുകൾ വെള്ളപ്പൊക്കങ്ങൾ അത് മുഖാന്തരം അനേക കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി അനേക കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിലൊരു വിടുതലൊരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം എല്ലാ മേഖലയിലും വെളിപ്പെടുവാൻ ഒരു ശുദ്ധീകരണത്തിനാടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് പകല് അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടുത്തണമേ കർത്താവേ. ദുരന്ത മേഖലകൾ ഓരോന്നായി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്നവരായി ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തിനകത്ത് സമാധാനം വരണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞ് ആമേ സമാധാനമില്ലാതെ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കോടിക്കണക്കിന് ഡിവോഴ്സിൻ്റെ കേസുകൾ ആമേ സമാധാനമില്ലാതെ ഭാര്യഭർത്തം ബന്ധം തിരിഞ്ഞ് സഹോദരിമാര് സമാധാനമില്ല, സഹോദരന്മാർ സമാധാനമില്ല, അവരുടെ മക്കൾക്ക് സമാധാനമില്ലാതെ, മാതാപിതാക്കൾക്ക് സമാധാനമില്ലാതെ കടന്നു പോകുന്ന അനവധി കുടുംബങ്ങൾ കർത്താവേ. അവരുടെ ഉള്ളിലും ദൈവിക സമാധാനം പകരുവാൻ അവർ കടന്നു പോകുന്ന വലിയ ദുരന്തങ്ങൾക്കും വിടിവിക്കണമേ. കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്കായി സമാധാനത്തിനായി ആശ്വാസത്തിനായി എന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഇടയാകണമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മഹാസാന്നിധ്യം കൃപയും സകല ജനങ്ങൾ വെളിപ്പെടണമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കഷ്ടതകളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും ദുരന്തങ്ങളും കർത്താവേ, വിലക്കയറ്റങ്ങളും അഴിമതിയും കരിചന്തയും പുകഴ്ത്തിവെപ്പും പിടിച്ചുപറിയും മോഷണവും വ്യഭിലാസവും വ്യഭിചാരവും വളരെ അസർവാദി ചൂതാട്ടങ്ങളും കർത്താവേ, കൈക്കൂലിയും കോഴയും ആമി എന്നുവേണ്ട സകല ദുർമാർഗങ്ങളുടെ കേരളത്തിൽ ഭാരതത്തിൽ ലോക രാജ്യങ്ങളിൽ നിറയപ്പെട്ട ഹല്ലേലൂയ സമാധാനമില്ലാതെ മനുഷ്യൻ വീർപ്പുമുട്ടുമ്പോൾ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടതയെ അനുഭവിക്കുന്ന അനവധി ആളുകൾ അതിൻ്റെ നടുവിലും കർത്താവേ ജനത്തിൻ്റെ വിടുതലിനും സ്വസ്ഥതയ്ക്കും വേണ്ടി അടിയന് പകൽക്കാലം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ മേഖലയിൽ സമാധാനം കൊടുക്കണം. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും പാനമസാലകൾക്ക് ലഹരികൾക്ക് ഒടിമപ്പെട്ട് അവിടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയാതെ പലരുടെയും ഭാവി നഷ്ടപ്പെട്ട് കർത്താവേ പലരും ആമേ ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് ജയിലറയ്ക്ക് അകപ്പെട്ടു പോയ കാര്യങ്ങൾ അനവധി ആളുകളുടെ ജീവിതം ഇരുളറയിൽ അടക്കപ്പെട്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മറ്റു കുഞ്ഞുങ്ങളൊന്നും യസന്മാർഗി വീണു പോകാതെ ആമേ ലഹരി മാഫിയയിൽ വീണു പോകാതെ അവർ സമാധാനത്തോടെ ജീവിച്ചല്ലേരിയ നല്ല ഭാവി സുരക്ഷിതത്വമുള്ള ജീവിതം കണ്ടെത്തുവാൻ ഞങ്ങളുടെ തലമുറയെ ദൈവൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല അശുദ്ധിയിൽ ഞങ്ങളുടെ ജനത്തെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃദ്ധരും അശരണരും യാചകരും ഓർഫനേജിലും വോൾട്ടേജ് ഹോമിലും ജുവൽ ഹോമിലും തടവറയിലായിരിക്കുന്ന അനവധി വ്യക്തികളുടെ വിടുതലിനായി സമാധാനമില്ലാതെ എല്ലാ മേഖലയിലും ആമി ഇരുള് വ്യാപിച്ച് കിടക്കുമ്പോൾ കർത്താവേ ആ മേഖലയിലൊക്കെ ഒരു വലിയ ശുദ്ധീകരണത്തിനായി ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മേഖലയിലും ഒരു വലിയ ശുദ്ധീകരണം പകരണമേ. പാപത്തെക്കുറിച്ച് കർത്താവേ ജനത്തിന് ബോധം വരുത്തണമേ പ്രാർത്ഥിക്കുന്നു. കുടുംബ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുവാൻ, ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുവാൻ കർത്താവേ കൂട്ടുകെട്ടിൽ അകപ്പെട്ട് കർത്താവെ നശിക്കപ്പെട്ടു പോകാതെ, അധാർമികയിൽ പോകാതെ, രാഷ്ട്രീയത്തിന് വേണ്ടി മതങ്ങൾക്ക് വേണ്ടി കർത്താവെ തമ്മിലടിച്ച് കലകിച്ച് അല്ലേലൂയ കുടുംബം നഷ്ടപ്പെടുത്താതെ അതിൻ്റെ നടുവിൽ നിന്നൊക്കെ ഒരു വിടുതലിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജനം പരിജ്ഞാനമുള്ളവരായി മാറുവാൻ ആമി കർത്താവെ ജനത്തിൻ്റെ ഉള്ളങ്ങളിൽ നിറയപ്പെടുന്ന സാത്താന്യ ശക്തികളുടെ കയ്യിൽ നിന്ന് ജനം പിടിപ്പിക്കപ്പെട്ട് യഥാർത്ഥ സത്യത്തിലേക്ക് മടങ്ങി വന്ന് കർത്താവെ ജീവിതം പണിതെടുക്കുവാൻ ഈ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ അനവധി ആമേ സഹോദരന്മാർ വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതെ ആമേ കർത്താവെ തകർന്നിരിക്കുന്ന അനുഭവം ഉണ്ട്. അവർക്കൊക്കെയും തക്കതായ തുണയെ കൊടുക്കണമേ. മനുഷ്യനേകനായിരിക്കും നന്നലകുന്ന ആദമിന് തക്ക തുണയെ കൊടുത്ത കർത്താവെ അവർക്കെല്ലാം തക്ക തുണയെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ സ്തോത്രം. അതുപോലെ തന്നെ തലമുറയില്ലാതെ കുടുംബജീവിതം തകർന്ന ഛിന്നഭിന്നമായി മാറിയവർ, തലമുറയില്ലാത്തതിന് പേരിൽ നിന്ദിക്കപ്പെട്ടു അപമാനിക്കട്ടും പരിഹസിക്കപ്പെട്ട് കിടക്കുന്ന അനേക കുടുംബങ്ങൾ, അതിന് തടി തലമുറയില്ലാത്തവർക്ക് തലമുറയെ കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അബ്രഹാമിനെ സാറയെ ഓർത്ത ദൈവമേ, ഇസഹാക്കിനെ യാക്കോബിനെയൊക്കെ ഓർത്ത ദൈവമേ, മനോഹയെ ഓർത്ത ദൈവമേ, ഹന്നയെ ഓർത്ത ദൈവമേ, സക്രിയാവിനെയും എലിസബത്തിനെ ഓർത്ത ദൈവമേ, ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും തലമുറയെ കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കടക്കണിയിലൂടെ കടന്നു പോകുന്നവരുടെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പലവിധമായി ബിസിനസ്സുകൾ ചെയ്ത് അതിൽ വിജയിപ്പാൻ കഴിയാതെ ബിസിനസ് തകർന്ന് കടക്കണിയിലൂടെ കടന്നു പോകുന്ന കർത്താവ് അനവധി ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലവും ഭവനവും ഒക്കെ ലോണെടുത്ത് കർത്താവ് അത് ആമി ജപ്തി നടപടി നേരിടുന്നവർ, അങ്ങനെയുള്ള ഒരു സമാധാനം നഷ്ടപ്പെട്ട് കർത്താവ് കയറിക്കിടക്കുവാൻ ഒരു തുണ്ട് ഭൂമിയില്ലാതെ ഭാരപ്പെടുന്നവർ, സ്വന്തമായൊരു
ഭവനമില്ലാതെ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മേഖലയിലും കർത്താവ് ഈ ജനത്തിന് സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വർഷങ്ങളായി വാടകയ്ക്ക് കിടക്കുന്ന അനവധി ആളുകൾ വാടക കൊടുക്കാൻ മാർഗമില്ലാതെ കർത്താവ് വിവിധ ലോണെടുത്ത് ഭവനത്തിൻ്റെ പണി ആരംഭിച്ചത് പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ, അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട് കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന അനവധി ജീവിതങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന മേഖലയിലെല്ലാം ഒരു വലിയ ശുദ്ധീകരണവും ഒരു സമാധാനവും ഒരു ആശ്വാസം കർത്താവ് കൊടുക്കണമേ. എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് അടിയും വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ ഞങ്ങളെ നടത്തിയല്ലോ, പരിപാലിച്ചല്ലോ. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ ഞങ്ങൾ ശാരീരിക, മാനസിക, ആത്മീയ, ഭൗതിക മേഖലകൾക്കെയും കർത്താവ് ഞങ്ങളുടെ കൃപ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തീരദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആഴക്കടലിൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നു. മരണത്തെ പോലും മുന്നിൽ കണ്ടുകൊണ്ട് മരണഭയമില്ലാതെ കർത്താവ് ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന ഞങ്ങളുടെ ചെറുവള്ളക്കാരും കർത്താവ് ബോട്ടുകളും ഹല്ലേലൂയ കപ്പലുകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും കർത്താവ് സമാധാനം കൊടുക്കണമേ. തീരദേശങ്ങളിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടലോരവാസികളെയും തീരദേശവാസികളെയും കായലിൻ്റെയും നദിയുടെയും പുഴയുടെയും ആറുകളുടെയും കുളങ്ങളുടെയും പാടങ്ങളുടെയും കനാലിൻ്റെയും അരുവികളിലൊക്കെ തീരങ്ങളിൽ വസിക്കുന്ന പലരും അപകടത്തിൻ്റെ ഭീഷണിയിലാണല്ലോ. ഉരുൾപൊട്ടൽ മേഖല, സാധ്യതയുള്ള മേഖലകൾ, താഴ്ന്ന പ്രദേശങ്ങൾ, വെള്ളപ്പൊക്കം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർ, അങ്ങനെ എല്ലാ മേഖലയിലും സമാധാനം നഷ്ടപ്പെടുന്ന മേഖലയിൽ കർത്താവെ സമാധാനം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ കാർഷിക മേഖലയായിരിക്കുന്ന പ്രിയപ്പെട്ടവർ വെള്ളപ്പൊക്കമാകാൻ അനേക കൃഷികൾ നഷ്ടപ്പെട്ട് കാർഷിക മേഖല ഉണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ട് കർത്താവ് ജീവിതം തന്നെ മടുത്ത് ആത്മഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഭാരത ലോക രാജ്യങ്ങളെ കർഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ ക്ഷീരമേഖലയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ ഫാം നടത്തി നഷ്ടം വന്ന് കർത്താവ് ജീവിതം വളരെ കടക്കണിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്കും ദൈവ സമാധാനം സ്വസ്ഥതയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകലടിയും കർത്താവ് ജനത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം എല്ലാ മേഖലയിലും വെളിപ്പെട്ട് കാണുവാനടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായി പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ ആത്മരക്ഷ പ്രാപിപ്പാൻ നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 വീലും 3 വീലും 4 വീലൊക്കെ യാത്ര ചെയ്യുന്നവർ, ഹല്ലേലൂയ, കരയിലും കടലും ആകാശമാർഗ്ഗം യാത്ര ചെയ്ത് വാഹനങ്ങൾക്ക് ഓടിക്കുന്നവർ, നിയന്ത്രിക്കുന്നവർ പലപ്പോഴും ലഹരിക്ക് അടിമകളായി അനർത്ഥങ്ങൾ, അപകടങ്ങൾ വരുത്തിവെക്കുന്ന കാഴ്ചകൾ കഴിഞ്ഞ കാലങ്ങളിൽ കാണുന്ന ദൈവമേ, അത് മുഖാന്തരം ദുരന്തങ്ങൾ കർത്താവ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, ആക്സിഡൻറ്റിൽ വെട്ടിക്കിടക്കുന്നവരൊക്കെയുണ്ട്. കർത്താവ് സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലയിലും വലിയൊരു ശുദ്ധീകരണത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗികളായിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവിവേദന, ടോൺസിസ്, തൈറോയ്ഡ് രോഗങ്ങൾ, ചെവിയുടെയും തലയുടെയും ബെഡലിൻ്റെയും ഒക്കെ ബാലൻസ് തെറ്റിയവർ, മൂക്കിൽ ദശ വളരും മോണസംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹാർട്ടിൻ്റെ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, ലെൻസ് സംബന്ധ വിഷയങ്ങളാൽ ആസ്മ പോലുള്ള വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അലർജി, തുമ്മൽ, ശ്വാസം മുട്ടൽ, ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, ഉദര സംബന്ധമായ യൂട്രസ് സംബന്ധ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, എല്ലാം നട്ടിതരമ്പ് ജോയിൻറ്റുകളിലും പേശികളിലും രക്തധമനിലും വ്യാപരിക്കുന്ന എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും കർത്താവ് ജനത്തിന് വിടുതൽ കൊടുക്കണം, സമാധാനം കൊടുക്കണമേ. ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയപ്പെട്ട് ശസ്ത്രക്രിയ നടക്കുന്നുണ്ടല്ലോ ശസ്ത്രക്രിയ ഐസിയിലും വെന്റിലേറ്ററും കിടക്കുന്നവർ, അവർക്കും സമാധാനം കൊടുക്കണമേ. വാർദ്ധക്യ സഹജമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നത് വിടുവിക്കണമേ. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന ബ്ലഡ് ക്യാൻസറുകളും അതുമേ ബ്രസ്റ്റ് ക്യാൻസറും കർത്താവ്, ഹല്ലേലൂയ, ബോൺ സംബന്ധ ക്യാൻസർ, മജ്ജസ്തമായ ക്യാൻസറുകൾ, തൊലിപ്പുറത്ത് അകത്തും പുറത്തും ഒക്കെ വിവിധമായ അലർജി അടക്കമുള്ള ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, കർത്താവ് വിവിധമായ മാരക രോഗങ്ങളാൽ ഞങ്ങളുടെ അനവധി ആളുകൾ സമാധാനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവ് ജനത്തിന് സൗഖ്യം കൊടുക്കണമേ. സൗഖ്യദായകനായിരിക്കും യേശുവിൻ്റെ സാന്നിധ്യം കർത്താവെ ജനത്തിന്മേൽ നിറയപ്പെടണാടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും കർത്താവെ സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദുരന്ത മേഖലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എല്ലാ മേഖലയിലും വെളിപ്പെടണമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ എല്ലാ ബാർ ഉടമകളെ, ബീവറേജ് ഉടമകളെ, കള്ള് ഷാപ്പ് ഉടമകളെ, എല്ലാ മാഫിയസങ്ങളെ, എല്ലാ മയക്കുമരുന്ന് രൂപികളെ, എല്ലാ ഗുണ്ടാസങ്ങളെ, കൊട്ടേസങ്ങളെയും ദൈവ സന്ദർശിക്കുന്ന സദാചാര വിരുദ്ധ സാമൂഹിക വിരുദ്ധരും ദേശത്ത് പെരുകുമ്പോൾ, ഹല്ലേലൂയ, അത് മുഖാന്തരം സമാധാനം നഷ്ടപ്പെടുന്നു. എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മാധ്യമ, മീഡിയ രംഗത്തുള്ള സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, ഹല്ലേലൂയ, കർത്താവെ അവർക്ക് മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, കർത്താവെ സ്തോത്രം. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാനസാന്തരം കൊടുക്കുവാൻ മത നേതാക്കന്മാർ മാനസാന്തരപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. ഹൈന്ദവ വിഭാഗത്തിനായി ഇസ്ലാം വിഭാഗത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ക്രൈസ്തവ വിഭാഗത്തിനായി പ്രാർത്ഥിക്കും. ബുദ്ധമതക്കാർ, ജൈനമതക്കാർ ഓർക്കുന്നു. പേർഷ്യ മതക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വേർപെട്ട കൂട്ടങ്ങൾ പെന്തക്കോസ്ത് വിഭാഗത്തിനായി
എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ആത്മീയ നേതാക്കന്മാരും മാനസാന്തരപ്പെടുവാൻ എല്ലാ മേഖലയും അധാർമിക അശുദ്ധി അന്ധകാരങ്ങൾ ഇരുളിൻ്റെ ആധിപത്യങ്ങൾ പെരുകുമ്പോൾ അതിൽ നിന്നൊക്കെ സമാധാനം കൊടുക്കണമേ. സാത്താനി ആരാധന കേരളത്തിലും ഭാരത ലോക രാജ്യങ്ങളിൽ അതിശക്തമായി മാറി സാത്താനി ആരാധനയിൽ കുടുങ്ങി അനേകർ തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുമ്പോൾ സാത്താനി ആരാധന ജനത്തെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സാത്താനി ആരാധനയും സാത്താനി സഭകളും കർത്താവ് ഓൺലൈനിലൂടെ സാത്താനിയ പ്രവർത്തികളും അനവധി ഗെയിമുകൾക്ക് കുട്ടികളെ അടിമകളാക്കി ഗെയിമിന് അടിമപ്പെട്ടു കുഞ്ഞുങ്ങൾക്ക് മോചനമില്ലാതെ അനവധി കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ഹല്ലേലൂയ. അതിൻ്റെ നടുവിൽ വിടുതൽ കൊടുക്കണമേ. ഞങ്ങളുടെ കർത്താവ് കൗമാരക്കാരെ അയക്കുന്ന പെൺകുട്ടികൾ പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നു. അവർ പലവിധമായ കർത്താവ് മോഹങ്ങളാൽ വഞ്ചിക്കപ്പെട്ട് അവരുടെ ജീവിതം ഭാവി നഷ്ടപ്പെട്ട് അത് മുഖാന്തരം അനവധി ഭ്രൂണഹത്യകൾ കർത്താവിയുടെ കേരളത്തിൽ ലോക രാജ്യങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം ധാർമ്മികതയാണ്, അശുദ്ധിയാണ്, ദൈവം വെറുക്കുന്ന പാപമാണെന്ന് ജനം തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള സകല ദുർമാർഗങ്ങളും വിട്ട് മടങ്ങി വന്ന് വ്യഭിചാര സംബന്ധമായ എല്ലാ ദുഷ്കർമ്മത്തിൽ ജനം മടങ്ങി വരേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ജനത്തിന് വിടുതൽ കൊടുക്കണമേ. കർത്താവ് എല്ലാ മേഖലയും ശുദ്ധീകരണം കൊടുക്കണമേ. ഞങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണമേധാവികൾ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ രാജ്യമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ ഗോത്രങ്ങളെ ദ്വീപുകളെ ആദിവാസി മേഖല ട്രൈബൽ മേഖലയിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും കർത്താവ് ശുദ്ധീകരണം വഹിക്കണമേ. അവിടെ കരസേന വ്യോമസേന നാവികസേന അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിർത്തികൾ കാക്കുന്ന BSF CRP അടക്കമുള്ള അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ ഉറങ്ങുമ്പോഴും അവർ ഞങ്ങൾക്ക് വേണ്ടി കാവൽ ചെയ്യുന്ന പലപ്പോഴും പല ജവാന്മാർ വീരവൃത്തി വരിച്ചവരുടെ കുടുംബങ്ങൾ ഒറ്റപ്പെടുമ്പോൾ ഒറ്റപ്പെട്ടു പോയി കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷ മുഖാന്തരം കഷ്ടം സഹിക്കുന്ന അനവധി ദൈവദാസിദാസന്മാർ മിഷണറിമാർ കർത്താവ് ജയിലിൽ കിടക്കുന്നവർ അവർക്കൊക്കെ ഒരു മോചനവും സമാധാനം കൊടുക്കണമേ. എല്ലാ മേഖലയും ശുദ്ധീകരണം കൊടുക്കണം കർത്താവ്. ഭാരതത്തിലും കേരളത്തിലും ലോകരാജ്യ സമാധാനത്തിനായി ക്രമസമാധാന രംഗത്തുള്ള പോലീസിൻ്റെ ശിക്ഷകൾക്കായി കർത്താവ് അതുപോലെ എക്സൈസ് ഫോറസ്റ്റ് കർത്താവ് ഹല്ലേലൂയ കർത്താവ് ഫയർഫോഴ്സ് കോസ്റ്റൽ ഗാർഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രഹസ്യനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജുഡീഷ്യറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലൂയ ജുഡീഷ്യൽ സുപ്രീം കോടതി അടക്കമുള്ള എല്ലാ ജഡ്ജിമാരും അത് സംബന്ധമായ എല്ലാ ജീവനക്കാരുടെയും മാനസാന്തരമായി പ്രാർത്ഥിക്കുന്നു. പൊതുമേഖലയിൽ സഹകരണ മേഖല ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുന്നവർക്കായി പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സംബന്ധമായ മേഖലയിലായിരിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാർ രാവുകളില്ലാതെ അവർ പണിയെടുക്കുന്നവർക്കും വിടുതൽ കൊടുക്കണമേ. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് കടന്നവർ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ജോലി നഷ്ടപ്പെട്ടു പുതിയ ജോലിക്ക് ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ അവിടുത്തെ വിസയ്ക്ക് വേണ്ടി പെർമിറ്റായി പ്രാർത്ഥിക്കുന്നവർ ഹല്ലേലൂയ അവിടുത്തെ ഹല്ലേലൂയ പാസ്പോർട്ട് പുതുക്കി കിട്ടാൻ വേണ്ടി വിദേശ രാജ്യത്ത് കഷ്ടസഹി സഹോദരിമാർ വിദേശ രാജ്യത്ത് കടക്കണിയാൽ കടന്നു പോകുന്ന വിവിധ കേസുകളൊക്കെ പെട്ട് ജയിലിൽ പിടിക്കപ്പെട്ട് കിടക്കുന്നവർ അവർക്കെല്ലാം മോചനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മണലാരതി കഷ്ടം സഹിച്ച് നാട്ടിലേക്ക് കടന്നു കഴിയാതെ ചെയ്യുന്ന ജോലിയുടെ സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർ കർത്താവ് അവരെല്ലാം ഓർത്തുനിന്ന് പോൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു വിടുതൽ കൊടുക്കണമേ. കർത്താവ് പരസ്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അനവധി വിഷയങ്ങളുണ്ടല്ലോ. അതിലെല്ലാം നടുവ് എൻ്റെ ദൈവം അത്ഭുതം ചെയ്യണമേ. ജനത്തിൽ വിടുതലയക്കണമേ, സ്വസ്ഥത അയക്കണമേ. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമേ ഇന്ന് പകൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം സകല ജനങ്ങളുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകുവാണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപാലവൃത്ത ജനങ്ങളും മടങ്ങി വന്നിട്ട് മാനസാന്തരപ്പെട്ടിട്ട് അക്രമികൾ പെരുകുമ്പോൾ അധാർമ്മിക ഇവരും നിയമം മനുഷ്യൻ കയ്യിലെടുക്കുമ്പോൾ നിയമവ്യവസ്ഥയോട് മറുതലിക്കുമ്പോൾ അതിനൊക്കെ ഒരു വിടുതലായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കേരളത്തിലും ഭാരതത്തിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ രാജകത്വങ്ങളും മാറി കർത്താവ് ജനസമാധാനത്തിലേക്ക് വരുവാൻ പരസ്പരം കർത്താവ് ജനസമാധാനം പുലർത്തുന്നവരായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ശുദ്ധീകരണം പകരണമേ. അടിയന്തര പകൽക്കാലി ജനത്തെ വീട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഒരു വലിയ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനിടയിലും അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. പൈശാചികമായ ശക്തികളും അന്ധകാര വ്യാപാരങ്ങളും എല്ലാ സാത്താനി ഗോപുരങ്ങളും സാത്താനി ശക്തികളും എല്ലാ പാതാള ഗോപുരങ്ങളെയും ദൈവം നീക്കം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ്റെ കയ്യിൽ ജനം വിടുവിക്കപ്പെടുവാൻ കർത്താവ് ജനം ശാപത്തിൽ നിന്നും പാപത്തിനും രോഗത്തിനും ബന്ധനങ്ങളിൽ നിന്നും ദുരാത്മാവിൻ്റെ കയ്യിൽ നിന്ന് ദുർമന്ത്രവാദ ശക്തികളുടെ കയ്യിൽ നിന്ന് ദുർഭൂതാരാധന കയ്യിൽ നിന്ന് പൈശാചികമായ ശക്തികളിൽ നിന്ന് കയ്യിൽ നിന്ന് ജനം വിടുവിക്കപ്പെടും. എല്ലാ അഴിമതി അരാജകത്വം എല്ലാ അശുദ്ധിയും ജനം വിടുവിക്കപ്പെടുന്നതാടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകലത്തിന്മേലും ദൈവം നീതി വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം എല്ലാ മേഖലയിൽ വഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.